14 കോടി ജനങ്ങൾ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് പുറത്ത്. സെൻസസ് നടക്കുന്നില്ലെന്ന് ജയറാം രമേശ്. 2011 സെൻസസ് പ്രകാരം ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറായിരിക്കുന്നതിന് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം LFSA പ്രകാരം 14 കോടിയോളം ആളുകൾ പുറത്തുള്ളതായി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. 2021 സെൻസസ് നടത്തുന്നതിൻ്റെ വീഴ്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം വിമർശിച്ചു. സെൻസസ് എപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമെന്ന് മോദി രാജ്യത്തോട് പറയണമെന്ന് ജയറാം രമേശ് ആവശ്യപ്പെട്ടു. ഭരണഘടന അനുശാസിക്കുന്ന സാമൂഹ്യ നീതിക്ക് യഥാർത്ഥ കണക്ക് നൽകുന്നതിന് സെൻസസിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ ജനസംഖ്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തണം. 1957 മുതൽ ദശാബ്ദ കാലമായുള്ള സെൻസസ് ഏകജാതികളുടെയും പട്ടികജാതികളുടെയും പട്ടികവർഗങ്ങളുടെയും ജനസംഖ്യ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിരുന്നു. പുതുക്കിയ സെൻസസ് OBC വിഭാഗങ്ങൾക്കായി തരംതിരിക്കുന്ന സമുദായങ്ങളുടെ ജനസംഖ്യയുടെ ഡാറ്റയും നൽകണം. സാമൂഹിക സാമ്പത്തിക വികസനത്തിൻ്റെ സമഗ്രമായ സെൻസസ് അനിവാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മഞ്ഞുമ്മൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ ED നടൻ സൗബിൻ ഉൾപ്പെടെ ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കളായ പറവ ഫിലിംസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം. പറവ ഫിലിംസ് കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് ED അന്വേഷിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നടൻ സൗബിൻ ഷാഫിർ ഉൾപ്പെടെയുള്ളവരെ ED ചോദ്യം ചെയ്യും. കഴിഞ്ഞ ആഴ്ച ECIR രജിസ്റ്റർ ചെയ്ത ED പറവ ഫിലിംസിൻ്റെ സൗബിൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ, ഷോൺ ആൻ്റണി എന്നിവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയച്ചിരുന്നെങ്കിലും ഇവർ ഹാജരായില്ലെന്ന് സൂചന. ചോദ്യം ചെയ്യലിന് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ MLA സ്ഥാനം രാജിവെച്ചു. വടകരയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിനെ തുടർന്ന് ഷാഫി പറമ്പിൽ പാലക്കാട് MLA സ്ഥാനം രാജിവെച്ചു. കേരള നിയമസഭയാണെന്ന് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായമാകുമെന്നും രാജി സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ പാലക്കാട്ടെ ജനങ്ങൾ UDFനെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുമെന്നും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായ വികസനം അതിന് ഉദാഹരണമാകുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയിൽ തൻ്റെ രാജി ചോദിച്ച് ആരും വരേണ്ടെന്ന് മുഖ്യമന്ത്രി. 2004 AK ആൻ്റണി രാജിവെച്ചത് കോൺഗ്രസിലെ പടലപ്പിണക്കവും ആഭ്യന്തര പ്രശ്നവും കൊണ്ടാണ്. അതിനെ ഉദാഹരണമാക്കി സംസ്ഥാന സർക്കാരിന് രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് പറയാനുള്ളതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ CPMനെ തോൽപ്പിച്ചതല്ല, കോൺഗ്രസിനെ ജയിപ്പിക്കുകയായിരുന്നു എന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഇത്രയും തോൽവി ഉണ്ടായിട്ടും ഇതുപോലെ മറുപടി പറയാൻ പിണറായി മുഖ്യമന്ത്രിക്ക് മാത്രമേ കഴിയൂ എന്ന് പ്രതിപക്ഷ നേതാവ് കളിയാക്കി. NDA മന്ത്രിസഭ കുടുംബ കൂട്ടായ്മ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് രാഹുൽ ഗാന്ധി. കുടുംബവാഴ്ചയെന്ന് മറ്റുള്ളവരെ വിമർശിക്കുന്ന പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള 3ാം മന്ത്രിസഭ കുടുംബ കൂട്ടായ്മയാണെന്ന് കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് മോദി എന്ന് വിളിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം അധികാരമേറ്റ 20 മന്ത്രിമാരുടെ പട്ടിക പുറത്തുവിട്ട് രാഹുൽ Xൽ കുറിച്ചു. HD കുമാരസ്വാമി, ജ്യോതിരാദിത്യ സിന്ധ്യ, കിരൺ റിജ്ജു, JP നദ്ദ, ചിരാഗ് പാസ്വാൻ, റാവു ഇന്ദർജിത്ത് സിംഗ്, പീയൂഷ് ഗോയൽ, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരുൾപ്പെടെ മന്ത്രിസഭയിൽ ഉണ്ടെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി.